നമസ്കാരം പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സമൂഹ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വേൾഡ് മാധ്യമങ്ങളടക്കം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ നരാധമനായിട്ടുള്ള നെതന്യാഹു മാമൻ ജീവനോടുണ്ടോ മരിച്ചോ എന്നൊക്കെ ഉള്ള ചൂടേറിയ വാർത്തകളാണ് ഓരോ മാധ്യമങ്ങളിലും ഇടം പിടിക്കുന്നത് അല്ലേ. എന്നാൽ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ജീവനോട് ഉണ്ട് എന്ന് മറ്റു ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പെടുന്ന ഒരു തെദ്രപ്പാടല്ലോ. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ ലോക പോലീസ് എന്നൊക്കെ പറഞ്ഞ് ചമഞ്ഞ് നടന്ന ഈ വേട്ടാവളിയൻ വെറും ഭീരുവാണെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി. സ്വന്തം രാജ്യത്ത് യുദ്ധം അനാവശ്യമായി ഉണ്ടാക്കി ആ രാജ്യത്ത് നിൽക്കാൻ വയ്യാതെ വേറെ ഏതോ ഉഗ്രാമത്തിലൊക്കെ പോയി ഒളിച്ചെന്നൊക്കെയാണ് പലരും പറഞ്ഞത്. എന്നാൽ ഇയാൾ തീർന്നു എന്ന് തന്നെയാണ് വേൾഡ് മാധ്യമങ്ങളടക്കം അൽ ജസീറ പോലുള്ള ചാനലുകളടക്കം വാർത്തകൾ കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകൻ അതിന്റെ തെളിവുകൾ സഹിതമുള്ള ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ആ ഒരു വീഡിയോ ഒരു പക്ഷെ നിങ്ങൾ പല ആളുകളും കണ്ടു കാണും. അയാളെ തൂക്കിയെടുത്ത് അകത്തിട്ടു എന്നുള്ളൊരു വാർത്തയായിരുന്നു കഴിഞ്ഞ 2 ദിവസത്തേക്ക് മുമ്പ് നമ്മളെല്ലാവരും കണ്ടത്. ഇപ്പം ഈ ബെഞ്ചമിൻ നെതന്യാഹു മരിച്ചിട്ടില്ല എന്ന് ജനങ്ങളെ തെളിയിക്കാൻ വേണ്ടി ഇയാൾ ഒരു വീഡിയോ ആയിട്ട് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് 6 വിരലുകൾ പല്ലിന്റെ എണ്ണം കൂടി അതിനകത്തൊരു AI ജനറേറ്റർ വീഡിയോ ആണെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായി. സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടന്നു. അതിനുശേഷം ഒരു കോഫി ഷോപ്പിൽ നിന്നുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, എനിക്ക് 5 വിരലുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് 2 കൈയും പൊക്കി കാണിക്കുന്ന ഒരു വീഡിയോ വന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ഇതും ഒരു AI ജനറേറ്റർ വീഡിയോ തന്നെയാണ്. ഇത് 100% നെതന്യാഹു അല്ല, കാരണം നെതന്യാഹു തീർന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു വീഡിയോ ഇത് നെതന്യാഹുവിന്റെ മരണം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിനകത്ത് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് അറിയില്ല. പക്ഷേ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോക പോലീസ് എന്ന് പറയുന്ന ഈ നെതന്യാഹു എന്ന് പറയുന്ന ഇപ്പം ജനങ്ങളുടെ മുമ്പിൽ നേരിട്ട് വന്നിരുന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റാത്തൊരു ഗതികേടിൽ ഇവരായി എന്നുള്ള യുദ്ധം തുടങ്ങി ഏതാണ്ട് 20 ദിവസം പിന്നിടുമ്പോൾ ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് തീർത്ത് കെട്ടിക്കളയുമെന്നും പറഞ്ഞിട്ടാണ്. ഇതുവരെ യുദ്ധത്തിനൊരു ശമനം വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ യുദ്ധത്തിന്റെ ആഘാതം അനുഭവിക്കുന്നത് നമ്മുടെ ഇന്ത്യ അടക്കം ഒരുപാട് രാജ്യങ്ങളാണ് ഇതിന്റെ ഒരു ഭവിഷ്യത്ത് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടില് ഗ്യാസിന്റെ വലിയൊരു ക്ഷാമം, അതുപോലെ തന്നെ പെട്രോളിന്റെ വിലക്കയറ്റം, ഇനിയും ഒരാഴ്ച കൂടെ ഈ യുദ്ധം നീണ്ടു നിന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാം നട്ടം തിരിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ നമ്മുടെ ഇസ്രായേലിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്നെ സംഖ്യയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒന്നാന്തരം ചാണക സംഖ്യ പുതിയ ചില വേട്ടാവളിയന്മാരൊക്കെ രംഗത്ത് വരുന്നുണ്ട്. ഇസ്രായേലിൽ ഒരു പുല്ലും നടക്കുന്നില്ല, ഇസ്രായേലിൽ ഒരു നഷ്ടങ്ങളും ഉണ്ടായിട്ടില്ല, ഇസ്രായേൽ 100% സേഫ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. എവിടെ ആൾ മരിച്ചാലും അത് നമുക്ക് സങ്കടം തന്നെയാണ്. കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തന്നെയായിരിക്കും ഏത് രാജ്യത്ത് യുദ്ധം ഉണ്ടായാലും മരിക്കുന്നത്. യുദ്ധത്തെ ഒരിക്കലും ഒരു രാജ്യത്തുള്ള ആൾക്കാരും പ്രോത്സാഹിപ്പിക്കില്ല. കാരണം അവർക്ക് യുദ്ധം എന്ന് പറയുന്ന സാധനം സാധാരണ ജനങ്ങൾക്ക് വേണ്ട. പക്ഷേ ഇതുപോലെ നരാധവന്മാരായിട്ടുള്ള ഭരണാധികാരികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടില്ല. എന്തിന്റെ പേരിലായിരുന്നു ഇറാനിൽ ഇപ്പോൾ ഇമാരി കയറി ചൊറിഞ്ഞത്? ഏതായാലും നമുക്ക് ഈ പുതിയ തരം ഒരു വേട്ടാവളിയൻ സംഖ്യയുടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ നാട്ടിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഇതൊന്നും എന്താ പറയാ, ഇതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ മിണ്ടാണ്ട് എത്ര നാൾ ഇരിക്കും? ഇതെന്താ താലിബാണ്? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തത്. ഇന്നലെ ഞാൻ നാട്ടിൽ ന്യൂസിൽ പറയുന്ന കത്തിപ്പടർന്ന തെല്ലവിയിൽ നിന്നും 1 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്ത് ഇന്ന് രാവിലെ അവിടെ വന്ന് ഇറങ്ങി ഞാനെന്റെ ഡ്യൂട്ടിക്ക് വന്ന ഞാൻ. അപ്പൊ എന്താണ് സംഭവം? എന്താ നടക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഉള്ള കാര്യം പറയാം. ഇന്ത്യനെ കുറിച്ച് നമ്മൾ എവിടെയെങ്കിലും അടിച്ചാശിച്ച് തകർത്തോ, ഇന്ത്യ അങ്ങനെയാണ്, ഇന്ത്യ ഇങ്ങനെയാണ്, സന്തോഷം, വീഡിയോ കയറി മില്യൺ അടിക്കും, റീച്ച് ആവും. പക്ഷേ ഇസ്രായേലിനെ കുറിച്ച് നമ്മളത് മിണ്ടാൻ പാടില്ല. ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ നമസ്തേ നമ്മൾ സംഖ്യയാവും. ജസ്റ്റ് വഴിക്ക് പോയി നോക്കാൻ നമസ്തേ എന്ന് പറഞ്ഞു പോയി. കാരണം ഇവരുടെ പാഠപുസ്തകത്തിൽ പഠിക്കാണ്ട്, നമ്മൾ 4ാം ക്ലാസ്സിൽ ഇന്ത്യയെക്കുറിച്ച് പഠിക്കാണ്ട്. ഇവർക്ക് ഇന്ത്യ എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര വികാരമുള്ളൊരു സംഭവമാണ്. ഇവർക്ക് ഇന്ത്യനെ ഭയങ്കര സെറ്റപ്പ്. ഇവിടെ വർക്ക് ചെയ്യുന്നവർക്കറിയാം ഇന്ത്യനെ കുറിച്ച് ഇവർക്ക് പഠിക്കാൻ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ ജൂത പള്ളിയൊക്കെ ഉണ്ടല്ലേ. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ എവിടെയൊക്കെ യുദ്ധം നടന്നാലും മരിക്കുന്ന എപ്പോഴും സാധാരണക്കാർ, എവിടെയാണെങ്കിലും അവിടെ ആയിക്കോട്ടെ. ഇറാനിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ സിറ്റിസൺ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം എനിക്ക് കിട്ടിയത് 9,000 ഇസ്രായേലിൽ അത് ലക്ഷങ്ങൾ കഴിയും. അപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് ഇത് ചത്ത് പണ്ടാരടങ്ങട്ടെ, ഇവിടെ തൊലയട്ടെ എന്ന് പറയുന്ന പോസ്റ്റ് ഇടുമ്പം ഇവിടെ ലക്ഷക്കണക്കിന് നമ്മുടെ ചോര, മലയാളത്തിന്റെ ചോര ലക്ഷക്കണക്കിന് ഇവിടെ പല വീട്ടിൽ ഓരോണ്ണം വെച്ചിട്ടുണ്ട്. ഇതുങ്ങളും കൂടെ ഇതിനൂടെ തീരും. ഇതുങ്ങളും കൂടെ ചത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ മണ്ണിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഇവിടെ എനിക്കറിയാവുന്ന എത്രങ്ങളുണ്ട്. ഒരു ഓണാഘോഷമോ അല്ലെങ്കിൽ ക്രിസ്മസോ ന്യൂ ഇയർ വന്നു കഴിഞ്ഞാൽ മലയാളികൾ സംഘം വന്നു കഴിഞ്ഞിട്ട് 10,000 കണക്കിന് മലയാളികൾ ഓടിയെത്തുന്നുണ്ട് ഇവിടെ.
നിങ്ങളെല്ലാം ഇതിലൂടെ പോവും. നിങ്ങൾ ഈ കടന്ന് ചാടുന്നതിന്റെ കൂടെ, നിങ്ങൾ ഈ പ്രാകുന്നതിന്റെ കൂടെ, രാവിലെ എന്നിട്ട് കണ്ണ് തുറക്കുന്നത് ഇസ്രയേൽ ചത്ത് കാണണേ, ഇസ്രയേൽ തകർന്ന് കാണണേ എന്ന് വിചാരിച്ച് ഓർന്ന് കണ്ണ് തുറക്കുന്നത്. ഇതിന്റെ കൂടെ നമ്മുടെ കുറെ ചോര അങ്ങ് പോവും. വല്ലാത്ത ജാതി ഐറ്റംസ് ആട്ടോ നിങ്ങളൊക്കെ കേട്ടോ. അടുത്ത ഇലക്ഷൻ ഉണ്ടല്ലോ, ഇതിനെല്ലാം നിങ്ങൾക്ക് മറുപടി കിട്ടും. ഈ കമന്റ് നിങ്ങൾ ഓരോ വീഡിയോയുടെ കമന്റ് വായിക്കണം. ഞാൻ എടുത്തു പറയാണ്, ഇപ്പൊ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അപ്ലോഡ് ചെയ്യുന്ന പല ആൾക്കാരുടെ വീഡിയോസിലും നിങ്ങൾ കമന്റുകൾ വായിക്കണം. ചുമ്മാ വിടരുത്. ഇതെല്ലാം ഏതൊരു വീഡിയോ, ഏതൊരു വാർത്ത എന്ന് പറയില്ലേ, ഇതെല്ലാം വായിക്കും. നിങ്ങൾക്ക് ഒരു നിഗമനത്തിലെത്തും. നിങ്ങൾ ആ നിഗമനം നോക്കിയിട്ട് വേണം അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്യാൻ. കേട്ടല്ലോ, പുതിയ തരം ചാണക സംഖ്യയാണ്. ഇസ്രയേലിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പൊ ഇറാനിൽ ഇവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് 9,000 മലയാളികളെ ഉള്ളൂ. പക്ഷെ ലക്ഷക്കണക്കിന് മലയാളികൾ ഇസ്രയേലിലുണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ കണക്ക് എത്രയാണെന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഇറാനിൽ എത്ര ഉണ്ട്, ഇസ്രായേലിൽ എത്ര ഉണ്ട്. ഇനി ഇറാനിൽ ഒരു മലയാളി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനായിക്കോട്ടെ, അവൻ മരിച്ചാലും നമുക്ക് വിഷമം തന്നെയാ, നമുക്ക് സങ്കടമാ. അപ്പം ഇവര് ഇറാനിലുള്ള മലയാളികളെ കുറിച്ചിട്ടൊന്നും വലിയ വേവലാതിയൊന്നുമില്ല. പക്ഷെ ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന മലയാളികളെ കുറിച്ചിട്ട് വേവലാതിയുണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്ത്യക്കാർക്ക് ലോകത്ത് എവിടെ ഇന്ത്യക്കാരൻ ജോലി ചെയ്താലും ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മൾ പറയും, അത് നമുക്ക് വേദന തന്നെയാണ്. അതിനകത്ത് ജാതി മതം ഒന്നുമില്ല. പക്ഷെ നിന്നെ പോലുള്ള വേട്ടാവളിയന്മാർ വന്നിട്ട് ഇങ്ങനെ വന്നിരുന്നുണ്ട് പറയുമ്പോൾ ഇതിനൊക്കെ മറുപടി തരാതെ പോകാതിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. ഇസ്രയേലിൽ നിന്നും എന്തായാലും നമുക്ക് വാഴയ്ക്ക ഒന്നും പുഴുങ്ങി ഇങ്ങോട്ട് തള്ളിയൊന്നും തരുന്നില്ല ആരും. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരും മലയാളികളും ജോലി ചെയ്യുന്നത് ഈ GCC കൺട്രി തന്നെയാണ്. അപ്പം ഇതാണ് ഒരു മിനിമം സംഖ്യ എന്ന് പറയുന്നവന്റെ ക്വാളിറ്റി. കാരണം ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ഇവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ്. കാരണം അങ്ങനെയാണ് അണ്ടിമുക്ക് ശാഖയെന്ന് പഠിച്ച് അങ്ങോട്ട് പോയിട്ടുള്ളത്. ഇസ്രായേലിനോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം സ്വന്തം രാജ്യത്തോടെങ്കിലും ഒന്ന് കാണിക്കണം എന്ന് ഇടയ്ക്ക് ഞാൻ ഈ സംഖ്യകളെ ഓർമ്മപ്പെടുത്താം. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തി കൊടുത്തത് ഉസ്മാനോ അബ്ദുറഹ്മാനോ ഒന്നും അല്ലായിരുന്നു. നിന്റെ ഇനത്തിൽപ്പെട്ട, നിന്റെ വർഗത്തിൽപ്പെട്ട, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ നീയൊക്കെ ഈ രാജ്യത്ത് പ്രവർത്തിച്ചു തുടങ്ങിയായിരുന്നു. ഈ രാജ്യത്ത് ഞങ്ങൾ ഇങ്ങനെ ആക്കി മാറ്റും എന്നുള്ളത്. ആ ചിന്താഗതി വെച്ച് പുലർത്തുന്ന നാറികൾ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് അത്തരം വാർത്തകൾ വരുമ്പോഴത്തേക്ക് ആർക്കും ഇവിടെ സംസാരിക്കാനും താല്പര്യമില്ല. കാരണം അതുപോലെ ഉസ്മാനോ ജബ്ബാറോ എന്നൊക്കെ ആയിരുന്നെങ്കിൽ മാത്രമേ മാധ്യമങ്ങൾക്ക് വരെ സംസാരിക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ എന്നുള്ളതാണ്. എന്താ രാജ്യത്തേക്ക് 40 മെട്രിക് ടൺ ഗ്യാസുമായിട്ട് വന്ന കപ്പല് നമ്മുടെ തീരത്ത് അടുത്തപ്പോഴത്തേക്ക് ഇവിടുത്തെ ഈ സംഘി സൈബർ വേട്ടാവളിയന്മാർ കടന്നുകൊണ്ട് കുരച്ചത് നിങ്ങളെല്ലാവരും കണ്ടാണല്ലോ അല്ലേ? നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പവറാണിതെന്ന്. സത്യത്തിൽ ആയിരിക്കട്ടെ, അങ്ങനെ ഒരു പവർ കാണിക്കണം നമ്മുടെ പ്രധാനമന്ത്രി എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെ. കാരണം ഒരു രാജ്യത്തിന്റെ മുമ്പിൽ മട്ടല് വളച്ച് മുട്ടുമടക്കി തല കുനിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ ഇന്ത്യക്കാരനും. പക്ഷേ അതിനൊക്കെ വിപരീത ഘടകമായിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടക്കം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, ഇതൊക്കെ നമ്മൾ ഓരോ വാർത്തകൾ എടുത്ത് നോക്കുമ്പോൾ തലയ്ക്കകത്ത് വിവരവും ബോധവുമുള്ള ആൾക്കാരൊക്കെ വന്ന് പറയുന്നത്. എന്തായാലും വേട്ടാവളിയാ, നീ ഇപ്പം ഇസ്രയേലിൽ നിന്നുകൊണ്ട് ഈ ലൈവ് ചെയ്തിട്ടുള്ള വീഡിയോ നീ ഒന്ന് തെല്ലബീബിൽ പോയിട്ടൊന്ന് കാണിക്ക്, എന്നിട്ട് കുറച്ച് കാര്യം കൂടെ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.